നമ്മൾ ആരാണ്? ദൈവസന്തതിയാണ്. വി ആർ ഗോഡ്സ് ചിൽഡ്രൻ. ഈ ഒരു തിരിച്ചറിവ് നമുക്ക് വേണം. നമ്മൾ എപ്പോഴും ദൈവത്തിന്റെ മക്കളാണ്. ആ മക്കളുടെ സ്റ്റേജുകൾ മാറുന്നു എന്നേ ഉള്ളൂ. നമ്മളെപ്പോഴും ദൈവത്തിന്റെ മക്കളാണ്. നമ്മുടെ തെരഞ്ഞെടുപ്പിലും മുൻ നിയമനത്തിലും ലോകമുണ്ടാകുന്നതിന് മുമ്പേ നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. നഷ്ടപ്പെട്ട മക്കളാകാതെ കുടുംബത്തിൽ കാണപ്പെട്ട മക്കളായി തീരുന്ന ഒരവസ്ഥയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ ആത്മാവെന്ന ആദ്യദാനം നമുക്ക് ലഭിച്ചു. അപ്പോൾ ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചപ്പോൾ, എന്നാൽ ആ പുത്രത്വ പൂർത്തിയിലേക്ക് നാം എത്തിയിട്ടില്ല. അവർ കാത്തിരിക്കുന്നു. എന്തിനാണ്? ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വം പ്രാപിപ്പാൻ. സ്വർഗസ്ഥ പിതാവിന്റെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെയും നാമത്തിലുള്ള സ്നേഹവന്ദനം. ഈ ഹോളിൽ, ഈ ശബ്ദ കാഴ്ച പ്രതിയിൽ ആയിരിക്കുന്ന എല്ലാ അനുഗ്രഹിക്കപ്പെട്ട ജനത്തിനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അനുഗ്രഹിക്കപ്പെട്ടത് എന്ന് പറയാൻ കാരണം വേറൊന്നുമല്ല. ബൈബിൾ വായിക്കുമ്പോൾ ചില ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഞെട്ടിപ്പോവും. കാരണം കർത്താവ് യേശു പറയുന്നത് എങ്ങനെയാണ്? നിങ്ങൾ എൻ്റെ വചനം വിശ്വസിക്കാത്തതിൻ്റെ കാരണം നിങ്ങൾ ദൈവസന്തതി അല്ലാത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ. എന്നിട്ട് പറയാണ്, ദൈവസന്തതി ആയവൻ ദൈവവചനം കേൾക്കുന്നു, വിശ്വസിക്കുന്നു. ദൈവസന്തതി അല്ലാത്തവൻ അത് വിശ്വസിക്കുന്നില്ല. വളരെ ആഴമുള്ളതാ. കുട്ടികളോട് പറഞ്ഞാലൊന്നും മനസ്സിലാകത്തില്ല ഇത്. ഹല്ലേലൂയ. കർത്താവ് യേശു പറയണത്, നിങ്ങൾ വിശ്വസിക്കാത്തതിന്റെ കാരണം നിങ്ങൾ ദൈവസന്തതി അല്ല. അപ്പോ ഇത്രത്തോളം വിശ്വസിച്ച് കടന്നു വന്നിട്ടുള്ള ഓരോ വ്യക്തികളും മനസ്സിലാക്കണം, നമ്മൾ ആരാണ്? ദൈവസന്തതിയാണ്. മനസ്സിലായോ? വി ആർ ഗോഡ്സ് ചിൽഡ്രൻ. ഹല്ലേലൂയ. ഈ ഒരു തിരിച്ചറിവ് നമുക്ക് വേണം. നമ്മൾ എപ്പോഴും ദൈവത്തിന്റെ മക്കളാണ്. ആ മക്കളുടെ സ്റ്റേജുകൾ മാറുന്നു എന്നേ ഉള്ളൂ. നമ്മളെപ്പോഴും ദൈവത്തിന്റെ മക്കളാണ്. ഹല്ലേലൂയ. ഈ ഒരു തിരിച്ചറിവ് വേണം. സമയം തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. എങ്ങനെ? നമ്മുടെ തെരഞ്ഞെടുപ്പിലും മുൻ നിയമനത്തിലും. ഹല്ലേലൂയ. എപ്പോഴും മനസ്സിലാക്കണം, അന്ന് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. നമ്മുടെ തെരഞ്ഞെടുപ്പിലും മുൻ നിയമനത്തിലും ലോകമുണ്ടാകുന്നതിന് മുമ്പേ നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. ആദത്തെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ദൈവത്തെക്കാൾ, ദൈവം എന്ന അസ്തിത്വത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി സൃഷ്ടിച്ച ആ സൃഷ്ടിപ്പിൽ നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. ഹല്ലേലൂയ. അപ്പൊ സൃഷ്ടിപ്പിലും ദൈവത്തിന്റെ മക്കളായി. എപ്പോൾ ആദം പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയോ അപ്പോഴും നാം ദൈവത്തിന്റെ മക്കളാണ്. അതേന്നേ, മരിച്ചതും നഷ്ടപ്പെട്ടതുമായ ദൈവത്തിന്റെ മക്കൾ. ഡെഡ് ആൻഡ് ലോസ്റ്റ്. ഹല്ലേലൂയ. ഇതാണ് ധൂർത്തപുത്രന്റെ കഥയിൽ പറയുന്നത്. എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, എൻ്റെ മകൻ നഷ്ടപ്പെട്ടവനായിരുന്നു. ഹല്ലേലൂയ. അപ്പോഴും ദൈവത്തിന്റെ മക്കൾ തന്നെയാണ്. എന്നാൽ യേശു ക്രിസ്തുവിലൂടെ, കാൽവരി ക്രൂശിലെ മരണത്തിലൂടെ പുത്രത്വത്തിന്റെ ആത്മാവ് നമുക്ക് നൽകിയപ്പോൾ, ആ യേശുവിനെ നാം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചപ്പോൾ അപ്പോഴും നാം ദൈവത്തിന്റെ മക്കളാണ്. മരിച്ചതല്ല, ജീവനുള്ള ദൈവത്തിന്റെ മക്കൾ. അപ്പോഴും നഷ്ടപ്പെട്ട ദൈവത്തിന്റെ മക്കൾ. ജീവനുള്ളതും നഷ്ടപ്പെട്ടതുമായ ദൈവത്തിന്റെ മക്കൾ. ഹല്ലേലൂയ. ഇന്ന് വിവിധ പരീക്ഷകളിലൂടെ കടന്നു പോകുമ്പോൾ നഷ്ടപ്പെട്ട മക്കളാകാതെ കുടുംബത്തിൽ കാണപ്പെട്ട മക്കളായി തീരുന്ന ഒരവസ്ഥയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. യേശുവിനെ നാം നമ്മുടെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചപ്പോൾ
നമുക്ക് കിട്ടിയത് പുത്രത്വത്തിന്റെ ആത്മാവിനെയാണ്. മനസ്സിലായോ? ഇതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. റോമ 8:23 ആത്മാവെന്ന ആദ്യ ദാനം സ്വീകരിച്ചിരിക്കുന്ന നാം ആ പുത്രത്വത്തിനായി ഇൻവിറ്റേഷൻ കിട്ടിയിരിക്കുന്ന നാം അവിടം കൊണ്ട് തീരരുത്. ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വം പ്രാപിച്ചു വേണം അവസാനിപ്പിക്കാൻ. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വം നമുക്ക് ലഭിക്കണം. സർവ സൃഷ്ടികളും ഈറ്റുനോവോടെ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പൊ ആത്മാവാന്ന ആദിദാനം ലഭിക്കുന്നതിന് മുമ്പ് നമ്മൾ പുത്രന്മാരാണ്. നമ്മുടെ തെരഞ്ഞെടുപ്പിലും മുൻ നിയമനത്തിലും നമ്മൾ പുത്രന്മാരാണ്. ആദത്തിൽ ദൈവത്തെക്കാൾ താഴ്ത്തി സൃഷ്ടിച്ചപ്പോഴും നാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. ആദം പാപം ചെയ്തപ്പോഴും നാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. ഒറ്റ ചേഞ്ചേ ഉള്ളൂ, ഡെഡ് ആൻഡ് ലോസ്റ്റ്. ഹല്ലേലൂയ. യേശുവിലൂടെ നാം യേശുവിനെ നമ്മുടെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചപ്പോ നാം ദൈവപുത്രന്മാരാണ്. എങ്ങനെയാണ്? ജീവനുള്ളതും നഷ്ടപ്പെട്ടതുമായ ദൈവത്തിന്റെ പുത്രന്മാർ. എന്നാൽ പരിശുദ്ധാത്മാവ് വന്ന് നമ്മളെ ഓരോ നിമിഷവും വഴി നടത്തുമ്പോൾ ജീവനുള്ള നമ്മളെ സ്വർഗീയ കുടുംബത്തിൽ കണ്ടെത്തുവാൻ അനുദിനം ആത്മാവിൽ വഴി നടത്തി നമ്മളെ കൊണ്ടുപോവുകയാണ്. അതിൽ നാം പരിശുദ്ധാത്മാവോട് ചേർന്ന് പ്രവർത്തിച്ചാൽ നാം ജീവനുള്ളവർ മാത്രമല്ല, സ്വർഗീയ കുടുംബത്തിൽ കണ്ടെത്തിയവരും കൂടെ ആയി തീരുവാനായിട്ട് ഇടയാകും. അപ്പോൾ ആത്മാവെന്ന ആദ്യദാനം നമുക്ക് ലഭിച്ചു അപ്പോൾ ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചപ്പോൾ. എന്നാൽ ആ പുത്രത്വ പൂർത്തിയിലേക്ക് നാം എത്തിയിട്ടില്ല. അവർ കാത്തിരിക്കുന്നു. എന്തിനാണ്? ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വം പ്രാപിപ്പാൻ. ഇതിന് സർവ്വ സൃഷ്ടികളും കാത്തിരിക്കുകയാണ്. ഇത് നമുക്ക് ആർക്കെങ്കിലും കിട്ടാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. അതുകൊണ്ട് നിൽക്കുന്നു എന്ന് ചിന്തിക്കുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. ഹല്ലേലൂയ. മനസ്സിലായോ? മനസ്സിലായോ? ഹല്ലേലൂയ. മനസ്സിലായവർ മാത്രം കരടുത്ത് സ്തോത്രം. എല്ലാവരും സ്തോത്രം ചെയ്യരുത്, മനസ്സിലായവർ മാത്രം. ഇത് മനസ്സിലാക്കിക്കൊള്ളണം. നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട ജനമാണ്. എന്താണ്? അനുഗ്രഹിക്കപ്പെട്ട ജനം. എപ്പോഴും ദൈവപുത്രന്മാരാ. ഹല്ലേലൂയ. നഷ്ടപ്പെട്ടു പോകരുത്. പല അവസ്ഥകളാണ്, നഷ്ടപ്പെട്ടു പോകരുത്. അപ്പൊ ഞാൻ ആ പുസ്തകമൊക്കെ എനിക്ക് കിട്ടി. ഭയങ്കര അനുഗ്രഹമാണ്. ഞാനിപ്പോ ചർച്ചിൽ അത് നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ആ വിഷയങ്ങൾ ഭയങ്കരമായിട്ട് നമ്മുടെ ആത്മീക തല അതുകൊണ്ട് തുറന്നു. അസാധാരണമായ ഒരു കാഴ്ചയിലേക്ക് നമുക്ക് വരാൻ പറ്റി. ഭയങ്കരമായിട്ട് ജനത്തിന് ഭയങ്കര മാറ്റങ്ങളുണ്ട് അത് പറയുമ്പോൾ. മറ്റേ പ്രസംഗങ്ങൾ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ വെറുതെ പ്രസംഗിക്കാന്ന് മാത്രമേ. ഇതാകുമ്പോൾ എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടയോടെ കൃത്യമായിട്ട് നമ്മൾ അവിടെ എത്തിച്ചേരുന്ന തരത്തിലുള്ള ഭയങ്കര അനുഗ്രഹം. എന്റെ ആത്മീയ ജീവിതത്തിൽ ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടായി. അതുകൊണ്ടാണ് ഞാൻ ആ പുസ്തകം ഇനി എത്ര പുസ്തകം ഉണ്ടെങ്കിലും മേടിക്കാൻ തയ്യാറാണ്. അതിനകത്ത് ഞാൻ യൂട്യൂബില് ഞാൻ കാണുന്നുണ്ട്. ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിരുന്നു. പിന്നെ ഞാൻ കാണുന്നുണ്ട് ആ മെസ്സേജൊക്കെ. അപ്പൊ അതൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ എഴുതിയെടുത്ത് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അത് കൊള്ളാം. അത് ഭയങ്കര അനുഗ്രഹ ഭാഷ. അത്